ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉള്ളിവടയാണ് കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്സ്, നമുക്ക് ചായയ്ക്ക് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിവട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 3 വലിയ സവോളയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിന് 3 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സവോള നല്ലോണം കനം കുറച്ച് അരിയാം കേട്ടോ. അപ്പോൾ ആദ്യം സവോള അരിയാം. ഞാനിവിടെ നല്ലോണം കനം കുറച്ചാണ് അരിഞ്ഞത്. നല്ലോണം കനം കുറച്ച് അരിഞ്ഞാൽ നമുക്ക് നല്ല കറുമുറന്നുള്ള വട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നീളത്തിൽ സവോള അരിയാം. അപ്പോൾ ഞാൻ ആദ്യം എല്ലാ ഉള്ളിയും അരിഞ്ഞെടുത്തു. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കണം. അതിനായിട്ടാണ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ടോളൂ കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു, അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പിലയും ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി സവോളയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നുമില്ല ചതച്ചിടുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഉള്ളിയുടെ പേസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്പണം കേട്ടോ. അപ്പോൾ അങ്ങനെ തിരുമ്പുമ്പോൾ ഈ ഉള്ളിയുടെ പെറ്റൽസ് ഉണ്ടല്ലോ, അതെല്ലാം വേറെ ആയിട്ട് കിട്ടും. നല്ലോണം തിരുമ്പി കൊടുക്കുക. പിന്നെ ഉപ്പ് നല്ലോണം എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും. അതൊന്ന് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ആദ്യം നല്ലോണം കൈകൊണ്ട് തിരുമ്പി വയ്ക്കുക. ഒരു 10 മിനിറ്റ് വെച്ചോളൂ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, അത് എരിവനുസരിച്ചിട്ടേക്കും കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മൈദമാവും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കടലമാവും മൈദമാവും ഒക്കെ ഉള്ളിയിൽ നല്ലോണം പിടിക്കും. ആ മസാലയും കൂടി നല്ലോണം ഉള്ളിയിൽ പിടിക്കും കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് വെള്ളത്തിൽ തന്നെ നമ്മുടെ മാവ് പാകാവും. അപ്പോൾ അങ്ങനെ നല്ലോണം തയ്യാറാക്കി വയ്ക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിവടയുടെ മാവ് തയ്യാറായി. ഇനി നമുക്ക് ചീഞ്ചട്ടിയിൽ വേഗം വറുത്തെടുക്കാം. അപ്പോൾ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി. അപ്പോൾ കയ്യിൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കില്ലേ, അതേപോലെ കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയതിന് ശേഷം ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ട് വടയുടെ ഷേപ്പ് കൊടുത്തുണ്ടാക്കാം. ഇതങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൈ കൊണ്ട് പിച്ചിട്ടാലും നല്ല സ്വാദ് തന്നെയാണ്. ഇതുപോലെ വടയുടെ ഷേപ്പ് കൊടുത്തും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ വടയുടെ ഷേപ്പ് കൊടുത്താണ് ഉണ്ടാക്കിയത്. പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായി ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചീഞ്ചട്ടി വെച്ചത്. അപ്പോൾ ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. തീയൊട്ട് ഹൈയിൽ വയ്ക്കരുത്. ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വട മറിച്ചിടാം. അപ്പോൾ ഞാനിവിടെ വടയെല്ലാം മറിച്ചിട്ടു. ഇനി ഒന്ന് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലോണം നമ്മൾ മുരിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല മുരമുരാന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട 1 ലോട്ട് തയ്യാറായി നമ്മൾ വാങ്ങിയെടുത്തു. ഇനി ഇതേപോലെ തന്നെ കയ്യിൽ വട പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത ലോട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത ഒരു 3 വടയും കൂടി ഇട്ട് കൊടുത്തു. അത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മറിച്ചിടുക. അപ്പോൾ അടിഭാഗം അത് മുരിഞ്ഞു വന്നു. ഇനി മോൾ ഭാഗം കൂടി മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വട തയ്യാറായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സ്വാദാണ് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാനേ. അപ്പോൾ നമ്മുടെ ഈ 3 വടയും തയ്യാറായിട്ടോ. അങ്ങനെ ഞാൻ എല്ലാ വടയും ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ വീഡിയോ മുഴുവൻ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്